കാസർഗോഡ് ഉപ്പളയിൽ കടൽക്ഷോഭത്തിൽ വീട് തകർന്നു. ശാരദനഗർ കടപ്പുറം സ്വദേശി ശശികലയുടെ വീടാണ് തകർന്നത്. 3 വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നു. ഇക്കഴിഞ്ഞ 29-ാം തീയതി തൊട്ട് ശാരദാനഗർ കടപ്പുറത്ത് വലിയ രീതിയിലുണ്ടായ ഒരു കടലാക്രമണം അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലെ ഇവിടെ ഒരു ഭീഷണി ഉണ്ടാകുന്നു എന്ന സമയത്ത് തന്നെ ശശികല അടക്കമുള്ള പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരെ വരെ അറിയിച്ചതാണ്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകില്ല. അതാണ് ഇപ്പോൾ ഇന്ന് ഈ വീട് കടലിലേക്ക് തകർന്നു വീഴുന്ന സ്ഥിതിയിലേക്ക് ആയി മാറിയിട്ടുള്ളതിൻ്റെ പ്രധാന കാരണം നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വീടിൻ്റെ കല്ലുകളടക്കമുള്ള ഭാഗം പരിപൂർണമായി തകർന്നു വീണിരിക്കുകയാണ്. അത്ഭുതകരമായി തന്നെയാണ് ഈ വീട്ടിലുള്ള ആളുകൾ രക്ഷപ്പെട്ടത് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. ശശികലയുടെ വീട് മാത്രമല്ല, തൊട്ടരികിലുള്ള സമീപത്തുള്ള വീടുകളിലെ വീടുകളടക്കം വലിയ ഭീഷണിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. തൊട്ട് സമീപത്തുള്ള തെങ്ങുകൾ മുഴുവൻ കടലിലേക്ക് മറിഞ്ഞു വീണ ഒരവസ്ഥയിലാണ്. നാട്ടുകാർ ആരോപിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഇവിടെ ഒരു പുളിമൂട് 12 വർഷം മുൻപ് നിർമ്മിച്ചിരുന്നു. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയൊരു തരത്തിലുള്ള അശാസ്ത്രീയത ഇവിടെ ഉണ്ടായി എന്ന് തന്നെയാണ്. പുളിമുട്ടിട്ടത് കൊണ്ടെന്ന് എല്ലാവരും പറയുന്നത്. അത് 12 വർഷം മുമ്പ് ഇട്ട കല്ല് ഇപ്പം മുകളിൽ വീണത്. പിന്നെ അത് തകരാറൊന്നും ഉണ്ടായിട്ട് നന്നാക്കുകയൊന്നും ചെയ്തിരുന്നല്ലേ? ഇല്ല. നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു വശത്തെ പുളിമൂട് നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ച കാലയളവിൽ ഉണ്ടായിരുന്നത് സമാനമായി തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുളിമൂടിൻ്റെ ഒരു ഭാഗം നമ്മൾക്കിവിടെ കാണാൻ സാധിക്കില്ല. കല്ലുകൾ മുഴുവൻ കടലെടുത്തിട്ട് വർഷങ്ങളായി. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തന്നെ കാര്യമായ ഇടപെടലുണ്ടായില്ല. ഇവിടെ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേവലം വാർഡ് മെമ്പറും വില്ലേജ് ഓഫീസറും മാത്രമാണ് ഇവിടെ എത്തി സ്ഥലം സന്ദർശിച്ചത്. മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളോ അന്വേഷണമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പോലും ഈ പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.